രാജ്യവിരുദ്ധ പരാമർശം നടത്തിയെന്ന കേസിൽ സംവിധായകൻ അഖിൽ മാരാർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി സഹകരിക്കണമെന്നാണ് കോടതി നിർദ്ദേശം. വിവരങ്ങളുമായി ഷപ്ന ചേരുന്നുണ്ട്. ഷപ്ന, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്ന രീതിയിൽ അഖിൽ മാരാർ സോഷ്യൽ മീഡിയ വഴി കാര്യങ്ങൾ പറഞ്ഞു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഈ അഖിൽ മാരാറിന്റെ വാക്കുകളെ പലരും ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നൊക്കെ ആരോപിച്ചായിരുന്നു ഹർജി സമർപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ എന്താണ് ജാമ്യം നൽകിക്കൊണ്ടുള്ള കോടതി പരാമർശങ്ങൾ? കൊട്ടാരക്കര പോലീസാണ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തത്. തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അഖിൽ മാരാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എന്നാൽ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണം എന്ന നിർദ്ദേശത്തോടെയാണ് മുൻകൂർ ജാമ്യം നൽകിയിട്ടുള്ളത്. അഖിൽ മാരാർ കോടതിയെ അറിയിച്ചിരുന്നത് താൻ അത്തരത്തിലൊരു വിമർശനം നടത്തുകയോ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിമർശനമോ നടത്തിയിട്ടില്ല. രാജ്യത്തിന്റെ അഖണ്ഡതയോ ഐക്യത്തെയോ ബാധിക്കുന്ന തരത്തിലുള്ള വിമർശനമല്ല താൻ നടത്തിയത്. ഒരു രാഷ്ട്രീയ വിശകലനം അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷണം മാത്രമാണ് നടത്തിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു കോടതിയെ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ അന്വേഷണവുമായി സഹകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓക്കെ ഷപ്ന.